എൻ്റെ പേര് സ്കറിയ. ഞാൻ മൂവാറ്റുപുഴ അടുത്ത് ആയവന ഇടവകയിൽ നിന്നും വരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 14/9/22 അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണങ്ങളെന്ന് പറയുന്നത് രോഗങ്ങളുടെ ആധിക്യമാണ്. എൻ്റെ രോഗങ്ങളുടെ ആധിക്യം കാരണമാണ് എനിക്കിവിടെ വരാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടായത്. കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അന്നൊന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു. എനിക്ക് പല രോഗങ്ങളായിരുന്നു. പലതും എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള രോഗങ്ങളായിരുന്നു. പലതും ഏകദേശം 50 വർഷത്തിന് മുകളിലുള്ള രോഗങ്ങൾ പലതുണ്ട്. ഒന്നാണ് അലർജിക്ക് റൈനൈറ്റിസ്. അപ്പോൾ വിട്ടുമാറാത്ത ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടയടപ്പ്, ഇതെല്ലാം സ്ഥിരം വരുമായിരുന്നു. ശകലം പോലും വെള്ളം തലയിൽ ചാടാൻ പാടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. 50 വർഷത്തിന് മുകളിലായി. കുഞ്ഞുനാൾ മുതലുണ്ടത് ഈ അലർജിക്ക് റൈനൈറ്റിസ്. അപ്പോൾ ഇതിന് പലയിടത്തും പോയി ഡോക്ടേഴ്സിനെ കണ്ടുവച്ച് കഴിഞ്ഞാൽ മൊണ്ടേ കാൽസ്യം, ലിവോസെട്രിസിനും ഒക്കെ തരും. അതെല്ലാം കഴിക്കും, വലിയ പ്രയോജനമൊന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഞാൻ ഇവിടെ പിന്നെ ആ കൂടെ എനിക്ക് 27 വർഷം ആയിട്ട് 2 കാൽമുട്ടുകൾക്കും തേയ്മാനമായിരുന്നു. വലത് കാൽമുട്ടിനും ഇടത് കാൽമുട്ടിനും തേയ്മാനമായിരുന്നു. 12 വർഷത്തോളമായി എൻ്റെ വലത് കഴുത്തലിന് തേയ്മാനമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഈ കാൽമുട്ടിൻ്റെ തേയ്മാനം കൊണ്ട് ഒട്ടും നടക്കാൻ മേലാണ്ടായതാണ് വരാനുണ്ടായ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റായിട്ട് എന്നെ പ്രചോദിപ്പിച്ച കാരണം എന്ന് പറയുന്നത് ഒട്ടും നടക്കാൻ മേലാണ്ടായപ്പോഴത്തെ അവസ്ഥയാണ്. അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അതും പോരാഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ഈ 14/9/22 ഉടമ്പടി എടുത്തതിന് 10 മാസം മുമ്പ് മുതൽ എനിക്ക് ശകലം പോലും ഉറക്കമില്ലാണ്ടായി. രാത്രിയിൽ ഒട്ടും ഉറക്കമില്ലാണ്ടായി. ഞാൻ അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം ചെയ്ത് വളരെ മടുത്തു പോയിരുന്നു. ഒന്നിനും പ്രയോജനം കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത് പോയിട്ട് ഏതാണ്ട് രാത്രി 9:30 ആയപ്പോഴാണ് വീട്ടിൽ ചെന്നത്. അപ്പോൾ സന്ധ്യാപ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ചൊല്ലി ബൈബിൾ വായിച്ച് കുറേ സാക്ഷ്യങ്ങൾ കേട്ടു. അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടി കിടന്നു കഴിഞ്ഞിട്ട് ഒറ്റ ഉറക്കത്തിന് നേരം വെളുത്തു. 10 മാസത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റ ഉറക്കത്തിന് നേരം വെളുത്തത്. കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ഒറ്റ ഉറക്കത്തിന് നേരം വെളുത്തു. അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് ഉറക്കക്കുറവുണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ ഉടമ്പടി എടുത്തിട്ട് 2-ാം ദിവസം എൻ്റെ കാൽമുട്ടുകളുടെ തേയ്മാനം എതിലെ പോയെന്നറിഞ്ഞില്ല. ഈ കാൽമുട്ടുകളുടെ തേയ്മാനം ഇത്തരത്തിലായിരുന്നു. തേയ്മാനത്തിന് വേദന കാരണം നടക്കാൻ പാടില്ല. കാലിൻ്റെ മുട്ടിന് ചുറ്റും വേദന. അപ്പോൾ ഞാൻ ഡോക്ടർമാരെ കണ്ടെങ്കിലും അവർ വേദന കുറയാനുള്ള കുറച്ച് എന്താ പറയുക ഈ കുറച്ച് മരുന്നുകൾ തന്നിരുന്നു. ഡൈക്ലോഫിനാക് സോഡിയം പോലുള്ള കുറേ മരുന്നുകൾ തന്നിരുന്നു. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം. അത് കഴിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും, പിന്നെ മെച്ചമൊന്നുമില്ല. അതിങ്ങനെ തുടർന്ന് പോന്നിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ ഈ വേദന സഹിക്കാൻ മേലാത്ത കാരണം ഞാൻ തലയിണയും പുതപ്പും മടക്കി വെച്ച്, തലയണ വെച്ചും പുതപ്പ് മടക്കി വെച്ചും 2 കാൽമുട്ടുകളുടെ അടിയിൽ വശങ്ങളിലായിട്ട് വെച്ച് അമർത്തി പിടിച്ച് കിടന്നിരുന്നു. കാരണം അത്രമാത്രം സഹിക്കാൻ മേലാത്ത വേദനയായിരുന്നു. എപ്പോഴും വേദനയ്ക്കൊരു ശമനമില്ല. ലാസ്റ്റ് നടക്കാൻ മേലാണ്ടായപ്പോഴാണ് ഇവിടെ വന്നത്. എന്നിട്ട് 2-ാം ദിവസം ഞാൻ നേരം വെളുത്ത് എണീറ്റപ്പോൾ എൻ്റെ കാൽമുട്ടുകൾക്ക് ശകലം പോലും വേദനയില്ല. കംപ്ലീറ്റ് സുഖപ്പെട്ടു. അത് ശകലം പോലും വേദനയില്ലാതെ സുഖപ്പെട്ടിരുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടിയും നന്ദി പറയുന്നു. എൻ്റെ കഴുത്തലിൻ്റെ തേയ്മാനത്തെ പറ്റി ഞാൻ ഓർത്തു. അത് മാറിയൊന്ന് നോക്കി, മാറിയിട്ടില്ല. തേയ്മാനം എന്ന് വെച്ചാൽ കഴുത്ത് തിരിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ പാടില്ല. ഉയർത്തുമ്പോഴൊക്കെ വേദന. കഴുത്തിരിക്കുമ്പോഴാണ് പ്രധാനമായിട്ട് വേദന ഉണ്ടായിരുന്നത്. ആ പ്രശ്നം മാറിയിട്ടില്ല. അപ്പം ഞാൻ പ്രാർത്ഥന തുടർന്നു. അപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ തുടർന്നുകൊണ്ടിരുന്നു. ഉടമ്പടിയിലെ പ്രവർത്തനങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം നേരം വെളുത്ത് എണിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ എണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വലത് കഴുത്തലിലെ വേദന അപ്പാടെ മാറിയിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത ദിവസം പോയി എണ്ണി നോക്കിയപ്പോൾ 69-ാം ദിവസമായിരുന്നു. എനിക്ക് 69 വയസ്സായി. 69-ാം ദിവസം വേദന മാറി. ഇറ്റ് മേ ബി ജസ്റ്റ് എ കോയിൻസിഡൻസ്. എനിവേ അങ്ങനെ 69-ാം ദിവസം ആ വേദന പൂർണ്ണമായിട്ട് മാറി. അതിന് കുറേ എക്സസൈസുകളാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഒരു മെച്ചം കിട്ടിയില്ല. അതാണ് ഈ
ഉടമ്പടി എടുത്ത് 69 ദിവസത്തേക്ക് പരിപൂർണമായിട്ട് സുഖപ്പെട്ടത്. യാതൊരു വിഷമവുമില്ല. എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് തിരിക്കാം. ശകലം പോലും വേദനയില്ല. എത്ര വേണമെങ്കിലും തിരിക്കാം. ഒരു വേദനയില്ല. അങ്ങനെ സുഖപ്പെട്ടു. പിന്നീട് എനിക്ക് വേറെയും രോഗങ്ങളുണ്ട്. എന്നെ ഓർമ്മ വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏകദേശം 15 വയസ്സിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് ഡയഗ്നോസ് ചെയ്താണ് ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം. അത് ചിലർക്ക് ഉണ്ടാകാറില്ലാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം, IBS എന്നറിയപ്പെടുന്ന ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം. അത് വന്നു കഴിഞ്ഞാൽ എനിക്കെന്താണെന്ന് വിഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ ഗ്യാസ് പൊന്തും. വയറ്റിൽ എപ്പോഴും എന്തോ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷം, എന്തെങ്കിലും അല്പം സ്ലൈറ്റസ്റ്റ് ഓഫ് ടെൻഷൻസ് മതി ആ വയറ് പൊന്തും. വയറിൽ ഈ ഇൻറ്റസ്റ്റൈൻസ് ഒരു കോച്ചിപ്പിടുത്തം, ഇൻറ്റസ്റ്റൈനൽ സ്പാസം, കോച്ചിപ്പിടുത്തം, വയറിൽ എന്തോ വിഷം കിടക്കുന്ന മാതിരിയാണ്. ഭയങ്കര ബുദ്ധിമുട്ട്, വയറ് കമ്പിച്ച് വരും. അങ്ങനെയൊക്കെയുള്ള വിഷമമായിരുന്നു. ഈ കൂടെ ഒരു 10-12 പ്രാവശ്യം, ചില ദിവസം 6 പ്രാവശ്യം, ചില പ്രാവശ്യം 7-8, അങ്ങനെ 10-12 പ്രാവശ്യം വരെ എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ടൗണിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ മിക്കവാറും പോകേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നവർക്ക് വളരെ വിഷമിച്ചിട്ടുണ്ട്. അതിനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് പോകാറുള്ളൂ. അത്ര അവസ്ഥയായിരുന്നു. അല്ലാതെ വിഷമിച്ച അവസ്ഥയായിരുന്നത്. അത് എനിക്ക് 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് ഈശോയും മാതാവും കുറച്ച് തന്നു. ഈ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് തന്നു എനിക്ക്. പിന്നെ എനിക്ക് എൻ്റെ വായിൽ സ്ഥിരം അത് ഏകദേശം ഒരു 30 വർഷത്തിന് മുകളിലായി. 30 വർഷമൊന്നും അല്ല, ഒരു 40 വർഷത്തിന് മുകളിൽ, 40 വർഷമെങ്കിലായി വായിൽ പരിക്കൾ, മൗത്ത് അൾസർ. അത് സ്ഥിരം വരുമായിരുന്നു. ചിലപ്പോൾ ഒരെണ്ണം, ചിലപ്പോൾ 2-3 അടുത്തടുത്ത് 2-3 വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേദനയാണ്. മ്യൂക്കോപെയിനെന്നും മറ്റും പറഞ്ഞൊരു മരുന്ന് ഡോക്ടർ മരവിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ എന്നെ ഓർമ്മയിരിക്കുന്ന മരുന്നിൻ്റെ കാര്യം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ആ മരുന്ന് വെച്ച് ആരോട് എന്തെങ്കിലും ഓഫീസിൽ പോയി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പോക്കറ്റിൽ നിന്ന് ആ മരുന്നെടുത്ത്, ഒരു ഓയിൻമെൻറ്റാണ് മ്യൂക്കോപെയിൻ, അത് പുരട്ടിയിട്ട് ഞാൻ മരവിക്കുക. ഒരു അനസ്തെറ്റിക് ഇഫക്റ്റ് അതിനുള്ളത്. മരവിച്ച് കഴിയുമ്പോൾ ഒരു ശകലം നേരത്തേക്ക്, അല്പം നേരത്തേക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ വീണ്ടും എഫക്റ്റ് പോകും. അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കൽ എൻ്റെ തൊണ്ടയിൽ ഒരു വേദന വന്നു. അപ്പോൾ ഞാൻ അന്ന് മാൽദീവ്സിലായിരുന്നു. മാൽദീവ്സിൽ ടീച്ചർ പോസ്റ്റായിരുന്നു എനിക്ക്. അപ്പോൾ മാൽദീവ്സിൽ വെച്ച് ഞാൻ ഈ വിവരം കൂട്ടുകാർ പറഞ്ഞു, എനിക്ക് തൊണ്ടയിൽ വേദനയാണെന്ന് പറഞ്ഞു. കൂട്ടുകാർ പറഞ്ഞു നീ വല്ല ഡോക്ടേഴ്സിനെ കണ്ടു നോക്കാൻ പറഞ്ഞു. ഞാൻ ആ താമസിച്ച ഐലൻഡിൽ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് കുറവായിരുന്നു. ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു. അത്ര നല്ല അഭിപ്രായമില്ലാത്തവരും പോയില്ല. പിന്നെ എനിക്ക് ഈ പരുക്കൾ വന്നിങ്ങനെ സ്ഥിരം വന്ന് പതിവായ കാരണം എൻ്റെ മനസ്സിൽ തൊണ്ടയിൽ വന്നിരിക്കുന്നതും അതുപോലെ ഒരു മൗത്ത് അൾസറാണെന്നായിരുന്നു എൻ്റെ വിചാരം. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് സുഖപ്പെട്ടു. അത് ഈശോയും മാതാവും തന്ന അടുത്ത അനുഗ്രഹമാണ്. പിന്നീട് എനിക്ക് വേറെയും അസുഖങ്ങൾ ഉണ്ടായി. വേറെ അസുഖങ്ങളുണ്ടായിരുന്നു. വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 8 വർഷമായി. വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്, തലവേപ്പാണ്. ഒന്ന് പല്ല് തേച്ച് വാ കഴുകാൻ പോലും സാധിക്കത്തില്ല, വേച്ച് പോവും. തല വേയ്ക്കും, മേലും മൊത്തം വേച്ച് പോവും. വളരെ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. അപ്പം ഒരു ഇടത്ത് കൈ കൊണ്ട് ക്ലോസറ്റ് പിടിച്ചുകൊണ്ട് വലത്ത് കൈ കൊണ്ടൊക്കെ കൈകാര്യം ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ വിഷമിക്കുന്നൊരവസ്ഥയായിരുന്നു. ഈ വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ ഉടമ്പടി എടുത്ത് ഏതാണ്ട് എനിക്കെൻ്റെ ഓർമ്മയിരിക്കുന്നത് ഒരു 4 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോൾ ഈ വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ അങ്ങ് പോയി. അതിനൊരു ഡോക്ടർ പ്രത്യേകം ഗുളിക വന്നിരുന്നു. പല ഹോസ്പിറ്റലിൽ പോയെങ്കിൽ ലാസ്റ്റ് രാജഗിരിയിലാണ് പോയത്. ഇടയ്ക്ക് ചിലതൊക്കെ ഇത്തിരിയൊക്കെ ഓർഡറും വിട്ടുപോകും. പല ഹോസ്പിറ്റലിൽ പോയി പലരും പല മരുന്ന് തന്നെങ്കിലും ഒരു പ്രയോജനം കിട്ടിയില്ല. ലാസ്റ്റ് രാജഗിരി പോയി. രാജഗിരി ചെന്നപ്പോൾ അവർ വെർട്ടിഗോ ടെസ്റ്റ് നടത്തി. കുറേ മരുന്നുകൾ തന്നു. ലാസ്റ്റ് ഒരു സ്റ്റെബിലൈസ്ഡ് മെഡിസിൻ എന്ന രീതിയിൽ അവർ തന്നുവിട്ടത് സിപ്ലാർ-10 എന്ന് പറയുന്ന മരുന്നാണ്. സിപ്ലാർ-10 അത് ക്യൂറിനുള്ളതല്ല, ഇത് ഇൻക്യൂറബിളാണെന്ന് അവർ പറഞ്ഞു. ജീവിതകാലം മുഴുവൻ ഈ രോഗം ഉണ്ടായിരിക്കും, വെസ്റ്റിബ്യുലാർ മൈഗ്രെയിൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എങ്കിലും ഈ സിപ്ലാർ-10 എന്ന് പറയുന്ന ടാബ്ലറ്റ് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിച്ചുകൊള്ളുക. അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ അന്നത്തേക്ക് പ്രിവെൻഷൻ ഉണ്ടായിരിക്കും. ആ മൈഗ്രെയിൻ ഉണ്ടാവുകയില്ല, തലവേദന ഉണ്ടാവുകയില്ല. അവ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. കാരണം വേറെ പോകുമ്പോഴില്ലായിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങില്ല.
അപൂർവമായിട്ട് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് തലവേദനയായിരിക്കും. തലവേദനയും വേപ്പും കാര്യങ്ങളും എല്ലാം ആയിരിക്കും. വേപ്പ് അല്ലാത്തപ്പോഴും കുറേശ്ശെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ പ്രശ്നം ഇല്ല. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ തന്നതാണല്ലോ, അത് നമ്മൾ മാനിക്കണമല്ലോ. സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ മറന്നു പോയതാണ്, ഇങ്ങനെയൊന്നും ഓർക്കുന്നില്ല. എനിക്ക് എന്തോ ഒരു പ്രചോദനം തോന്നി. ഇപ്പം എനിക്ക് തലവേദന, ആ മൈഗ്രെയിൻ വരുന്നില്ലല്ലോ എന്നൊരു തോന്നി. ഞാൻ കഴിക്കാണ്ടിരുന്നു. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ മാറിയെന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പാക്കി. ഇപ്പം ഞാൻ ഒരിക്കലും കഴിക്കുന്നില്ല. സിപ്പിളാട്ടനും കുറേ ബാക്കിയിരുന്നു, അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പം ഞാൻ ഒരിക്കലും കഴിക്കുന്നില്ല അത്. പിന്നെ എനിക്ക് ഇപ്പോൾ ഉടമ്പടി പുതുക്കേണ്ട ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 2 മാസമായി. ഇപ്പോഴും എനിക്ക് ദൈവം അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നത്, മാതാവും ഈശോ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തലയിൽ കുഞ്ഞുനാൾ മുതലുള്ളതാണ്. ഒരു തുള്ളി വെള്ളം പോലും കുളിക്കണ സമയത്ത് ഒഴികെ ഒരു തുള്ളി വെള്ളം പോലും ചാടാൻ മേല. എപ്പോഴും ഞാൻ കുട കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ബസ്സിൽ കയറുമ്പോഴും അല്ലെങ്കിൽ കടയിൽ ചെല്ലുമ്പോഴും ഒക്കെ ആൾക്കാർ ചോദിക്കും, ഇപ്പം നീ എന്തിനാണ് ഈ കുടയും കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കാരണം എനിക്കല്ലേ അറിയാവുള്ളൂ. ഒരു തുള്ളി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും, കളിയാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കുടയും കൊണ്ട് നടക്കും. ഒരു തുള്ളി വെള്ളം പോലും തലയിൽ ചാടാൻ പാടില്ല. ചാടി കഴിഞ്ഞാൽ പ്രശ്നം. ഒരു പൊടിമഴയത്ത് എനിക്ക് ഒരിടത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഞാൻ ഇറങ്ങി കഴിയുമ്പോഴാണ്, കടയിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് മഴ പൊടിയുന്നതെങ്കിൽ ഉടനെ ഒരു താളിൻ്റെ ഇലയോ, എന്താ പറയുക, ചേമ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ ഒരു പത്രമോ എന്തെങ്കിലും കടലാസ് എന്തെങ്കിലും എടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കൊന്നില്ലോ, അല്ലെങ്കിൽ ഇല പിടിച്ച് തലയുടെ മുകളിൽ പിടിച്ചുകൊണ്ടേ വരുന്നത്. അങ്ങനെയായിരുന്നു. അതെനിക്ക് സുഖപ്പെട്ടു. ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ മഞ്ഞത്ത് നടക്കാൻ പാടില്ല. കാരണം വെള്ളത്തുള്ളിയാണല്ലോ അതും. മഞ്ഞത്ത് നടക്കാൻ പാടില്ല. ഇങ്ങനെ എന്തൊരു വിഷമമാണെന്ന് വെച്ചാൽ പറയണം. അത് വലിയ വിഷമം അല്ലെങ്കിലും വിഷമം തന്നെയായിരുന്നു. കാരണം സ്വതന്ത്രമായിട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. മഞ്ഞത്ത് ഇറങ്ങി നടക്കാൻ മേല. രാവിലെ ഈ മഞ്ഞുകാലം കഴിഞ്ഞുള്ളല്ലോ. അപ്പോൾ എനിക്ക് നടക്കാൻ ഇപ്പോൾ സുഖമായിട്ട് ഞാൻ നടന്നു. യാതൊരു പ്രശ്നമില്ലാണ്ട് ഞാൻ നടന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു പൊടിമഴയത്ത് എനിക്ക് നടക്കാം. ഭയങ്കര സന്തോഷം. ഈശോയ്ക്ക് മാതാവിനും കൂടാനും കൂടി നന്ദി. ഇനിയുണ്ട് കുറേ രോഗങ്ങൾ എന്തിയുണ്ട്. പിന്നെ എൻ്റെ ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ അതിൻ്റെ അറ്റത്ത് ഒരു പഴുപ്പ് വന്നു. സർജനെ കണ്ടു. സർജൻ്റെ അത് ഓപ്പറേറ്റ് ചെയ്ത് പഴുപ്പെടുത്ത് കാണിച്ചു തന്നെ. എന്നിട്ടൊരു 1.5 ആഴ്ച പോയി ഡ്രസ്സ് ചെയ്തു. അതങ്ങ് സുഖപ്പെട്ട് കഴിഞ്ഞ് അത് സന്തോഷിച്ചിരുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും അവിടെ തന്നെ വേദന. പക്ഷേ ഇതെന്ത് പറ്റിയെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഞാൻ എനിക്കിത്തിരി പ്രായമുണ്ടല്ലോ, കണ്ണട വെച്ച് നോക്കി. എപ്പോഴും കണ്ണട വയ്ക്കാറില്ല, വായിക്കാൻ നേരത്തോ ഒക്കെ വായിക്കാറുള്ളൂ. കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തുള സുഖപ്പെട്ട ഭാഗത്തുനിന്നും പുറമേ നിന്നും ഉള്ളിലേക്ക് ഒരു ചെറിയ തുളയുണ്ടായിരുന്നു. ആ തുള കാരണമായിരുന്നിരിക്കണം ആ വേദന. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ഓടി പഴയ സർജൻ്റെ അടുത്ത് ചെന്ന് കണ്ടത് കാര്യം പറഞ്ഞത്. സർജൻ പറഞ്ഞു, പുള്ളി ഒത്തിരി ഒരു ലാക്കോണിക് ടൈപ്പാണ്, ഒത്തിരി മിണ്ടറിന് കൂടുതലല്ല. പുള്ളി പറഞ്ഞു, എന്നാൽ നമുക്ക് ഒന്നുകൂടെ അങ്ങ് അത് പറഞ്ഞ് പൂർത്തിയാക്കണേനും എൻ്റെ പേർക്ക് വേഗം ചാടി പറഞ്ഞു, അതെ ഡോക്ടറെ, ഞാൻ മ്യൂപ്രോസിൻ പറ്റി നോക്കട്ടെ ഡോക്ടറെ, ചിലപ്പോൾ അങ്ങ് സൂപ്പട്ടുള്ളായിരിക്കും. ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് മ്യൂപ്രോസിൻ, അത് പുരട്ടി നോക്കട്ടെ ഡോക്ടറെ, അതങ്ങ് സൂപ്പട്ടുള്ളായിരിക്കും എന്ന് പറഞ്ഞ് ഡോക്ടറെ ഇരുത്തി. ഡോക്ടർ നിർദ്ദേശത്തിൽ ഞാൻ ബൈപ്പാസ് ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് മ്യൂപ്രോസിനൊന്നും പുരട്ടിയില്ല. ഈ തൈലം എടുത്ത് ദിവസവും പുരട്ടിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ ഒന്ന് രാവിലെ വൈകുന്നേരവും പുരട്ടിക്കൊണ്ടിരുന്നു. ഒരു കുറച്ച് ദിവസം പുരട്ടി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ തുള മാഞ്ഞുപോയി. തുള അവിടെ ഇല്ല, പൂർണ്ണമായിട്ട് മാഞ്ഞുപോയി. വേദനയില്ല. തുള മാഞ്ഞോട് വേദന പോയി, പൂർണ്ണമായിട്ട് പോയി. ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. എനിക്ക് ഈ ഉടമ്പടികൾക്ക് ശേഷം ഈശോയും മാതാവും തന്ന നിരവധി അനുഗ്രഹങ്ങൾ വേറെയുണ്ട്. എല്ലാം ഞാൻ ഓർക്കുന്നില്ല, ഒത്തിരിയുണ്ട്. പറഞ്ഞാൽ തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഞാൻ ഒരു NBFCയിൽ 3 തവണയായിട്ട് 1 ലക്ഷം രൂപ വീതം 3 ലക്ഷം രൂപ ഇട്ടിരുന്നു. ഡ്യൂ ഡേറ്റായി പൈസ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് പൈസ തിരിച്ച് ചോദിച്ചപ്പോൾ അവർ തരാമെന്ന രീതി പറഞ്ഞു. പക്ഷേ 1 ദിവസമായി 2 ദിവസമായി പൈസ തരുന്നില്ല. ഫോൺ വിളിച്ചാൽ ആദ്യം മാനേജർ എടുത്തു, ഏത് ബ്രാഞ്ചിൽ നിന്ന് എടുപ്പിച്ചോ ആ മാനേജർ ഫോൺ എടുത്തു. അതിൽ സാറേ, അത് കിട്ടാത്തത് ഒരുപാട് പേരുടെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ബാങ്ക് ഏൽപ്പിച്ചിരിക്കുക. ഇതിങ്ങനെ നെഫ്റ്റ് RTGS എല്ലാം ചെയ്ത് തീരുന്നില്ല. രാത്രി 8 മണി വരെ അവർ ചെയ്താലും തീരുന്നില്ല. അതുകൊണ്ട് സാറിൻ്റെ പൈസ 1-2 ദിവസത്തിനകം കയറിക്കോളും, ക്രെഡിറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വരുന്നില്ല. അപ്പോൾ ഞാൻ ഇവർക്ക് വിളിച്ചു. എത്ര പ്രാവശ്യം വിളിച്ചാലും ഒരു ഫോൺ എടുക്കത്തില്ല. ഞാൻ ആ വിഷമമായി. ഞാൻ ഒരു മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഈ പൈസ തിരിച്ചു തന്നാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പല ഏരിയ മാനേജർ, അല്ലാത്ത ഡയറക്ടർ, മറ്റ് മാനേജർമാർ, പ്രധാനപ്പെട്ട മാനേജർമാർ, അവരുടെയൊക്കെ ഫോൺ നമ്പർ കളക്ട് ചെയ്തിരുന്നു. അവർക്ക് വിളിച്ചു. അവർ ഇടപെട്ടു.
മാതാവിനോട് സാക്ഷ്യം നേർന്ന പിന്നെ അവരിടപെട്ടു. എനിക്ക് ആ 3 ലക്ഷം രൂപ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനം പൊട്ടിപ്പോയി, അവർ പൊളിഞ്ഞുപോയി. പിന്നെ വേറെ എനിക്ക് കുറേ രൂപ ഒരു വേറൊരു കമ്പനിയിൽ ഇട്ടിരുന്നു. ഇതെല്ലാം ജീവിതമാർഗ്ഗത്തിന് വേണ്ടി ഇട്ടിരുന്ന, ഒത്തിരി സമ്പാദിക്കാൻ വേണ്ടിയല്ല, അങ്ങനെ ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ ആ പൈസ തിരിച്ചു ചോദിച്ചു. അവർ തരാൻ മടി കാണിച്ചു. ഒരു ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർക്കുണ്ടായിരുന്നു. എന്തോ സ്കാൻഡലസ് അഫയേഴ്സിലൊക്കെ പെട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തരാൻ മടി കാണിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, പ്രാസനത്തോളം സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, എൻ്റെ പൈസ വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് നേർന്നു. പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് ദിവസത്തെ അവരുടെ ആലോചനകൾക്ക് ശേഷം അവരെനിക്ക് ആ പൈസ തിരികെ തന്നു. ഒന്നിച്ചല്ല, ഒരു 4 പ്രാവശ്യമായിട്ട് 30 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ രൂപ അവർ 4 പ്രാവശ്യമായിട്ട് തിരികെ തന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഈശോ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാവിലത്തെ പ്രഭാത പ്രാർത്ഥന ചെല്ലുകയും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സായാഹ്ന പ്രാർത്ഥന ചെല്ലുകയും അച്ഛൻ്റെ ധ്യാനം കൂടുകയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയും അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കുകയും കൃത്യമായി ചെയ്യുന്നുണ്ട്. അരമണിക്കൂർ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്. ചിലപ്പോൾ അത് കൂടുതൽ വായിക്കും. ധ്യാനങ്ങൾ കൂടാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അപൂർവമായിട്ട് എങ്ങാനും വല്ല ലാപ്സ് വന്നാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വരാറില്ല. അങ്ങനെ കൂടാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് പ്രേക്ഷിത പ്രവൃത്തിയായിട്ടാണെങ്കിൽ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. കൂടുതലും മൂവാറ്റുപുഴ താലൂക്ക് ജനറൽ താലൂക്ക് ഹോസ്പിറ്റലിലാണ് കൂടുതലായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ചെറിയ വിലക്കൊക്കെ ഏർപ്പെടുത്തിയവർ. അത് പിന്നെ ഞാൻ കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ്, കാത്തലിക്കിൻ്റെ തന്നെ പള്ളിയാണ്. അവിടെ കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ എല്ലാ ജാതി മതസ്ഥരും വരുന്നൊരു സ്ഥലമാണ്. അവർ സന്തോഷപൂർവ്വം പലരും വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ കുറ്റം പറയാമെന്ന് ഓർക്കരുത്, നമ്മുടെ ക്രിസ്ത്യൻസിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെ മറ്റു ചിലർ വാങ്ങിക്കാറുണ്ട്. അവർ സന്തോഷപൂർവ്വം വാങ്ങിക്കും. അപ്പോൾ ഒരിക്കൽ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ യൂറിനിൽ പോയി ഒരു മുറി ചെന്നപ്പോൾ അവിടെ നിന്നൊരു ചീത്ത സ്മെല്ല് വന്നാൽ സ്വാഭാവികമാണല്ലോ. ചീത്ത സ്മെല്ല് വന്നപ്പോൾ അടുത്ത മുറിയിലോട്ട് മാറി അവിടെ കയറി കഴിയുമ്പോൾ അവിടെയും ഫൗൾ സ്മെല്ലാണ്. പെട്ടെന്ന് തന്നെ ഫൗൾ സ്മെല്ലാന്ന് അനുഭവപ്പെട്ട അപ്പം തന്നെ ഭയങ്കര സുഗന്ധം അങ്ങ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മുട്ടുകുത്താൻ തോന്നിയെങ്കിൽ ആ സ്ഥലം പറ്റിയതല്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നന്മറിഞ്ഞൂറിയും പരിസ്മറിയൊക്കെ ചൊല്ലി വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് മാതാവ് നന്ദി പറഞ്ഞിട്ട് പോന്നു. പത്രമൊക്കെ വിതരണം ചെയ്തിട്ട് പോന്നു. പിന്നെ ചിലപ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ബസ്സിലൊക്കെ വെച്ച് കാണുന്നവർക്ക് ചിലർക്ക് കൊടുക്കാറുണ്ട്. കടകളിൽ ചെല്ലുമ്പോൾ ചിലർക്ക് പത്രം കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ പത്രങ്ങളിലൊക്കെ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് പലരുടെയും പടവും കൊടുത്ത് അതിൻ്റെ വിശദ വിവരങ്ങൾ കൊടുക്കാറുണ്ട്. നമ്പറും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, അക്കൗണ്ട് നമ്പർ. ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാറുള്ളത് പൈസ. എൻ്റെ കഴിവിനനുസരിച്ച് പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വഴിയരിലിരിക്കുന്ന പിച്ചകെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ, അവരെ കാണുമ്പോൾ ചിലപ്പോൾ കടകളിൽ നിന്നും എന്തെങ്കിലും തീറ്റസാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ ആ പൈസ ചോദിക്കും. കാണുമ്പോൾ അവർക്ക് അവളെ കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ അവർ പ്രോംപ്റ്റഡ് ആവുന്നത്. ചോദിക്കും. അപ്പോൾ അവർക്ക് പറ്റുന്ന പോലെ സഹായം, അവരുടെ ആവശ്യം, അവരുടെ അവസ്ഥ മനസ്സിലാവുന്നതനുസരിച്ച് സഹായങ്ങൾ ചെയ്യാറുണ്ട്. ചോദിക്കും. മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. തന്നെയല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട്, ഈശോയുടെ മാതാവിനോട് പ്രാർത്ഥന, ഈശോയെ മാതാവേ, ജീവിതകാലം മുഴുവനും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കൽ നിന്ന് പോയാൽ തന്നെയും എന്നും ഉടമ്പടിയിൽ ജീവിക്കുവാനും ദൈവത്തോട് മാതാവിനോടും വിശ്വസ്തനായിരിക്കുവാനും സത്യസന്ധനായിരിക്കുവാനും ഒരു നല്ല ജീവിതം നയിക്കുവാനും, എന്തെങ്കിലും ഇനിയിപ്പോൾ രോഗങ്ങൾ വേറെ മരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ആ മരണം കർത്താവിൻ്റെ പക്കൽ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് ഒരു ഭയങ്കര ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ട്. അത് നേരത്തെ മുതലുള്ളതാണ്, ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ട്. അങ്ങനെ ദൈവത്തിനും ഈശോയ്ക്ക് മാതാവിനും കൂടി നന്ദി പറഞ്ഞ് നിർത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. കർത്താവേ, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും
അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടെ നിന്നാണ്. സ്കറിയ പിയേഴ്സ് എന്ന ഈ സഹോദരൻ ഒരു നല്ല വെൽ നോൺ ടീച്ചറാണ്. അദ്ദേഹം ഒരു റിട്ടയേർഡ് ടീച്ചറാണ്. മാൽദീവ്സ്, ഭൂട്ടാൻ എന്നീ കൺട്രികളിലെല്ലാം പഠിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിനൊരുങ്ങുമ്പോഴും അദ്ദേഹത്തിന് എപ്പോഴും ജീവിത അസ്വസ്ഥതകൾ, രോഗം മൂലം ക്ലേശിക്കേണ്ടി വന്ന ഒരു കഥയാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞത്. കുഞ്ഞുനാൾ മുതലുള്ള രോഗങ്ങൾ തുടങ്ങി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോർ അദ്ദേഹം ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം മരുന്നുകൾ അദ്ദേഹം കഴിച്ചു എന്നാണ് അദ്ദേഹം ഏറ്റുപറയുന്നത്. മരുന്നുകളുടെ പുറകിലായിരുന്നു അദ്ദേഹം. പ്രൊഫഷണലായ ഒരു ടീച്ചറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം തന്നെ 12 തവണ ടോയ്ലറ്റിൽ പോകേണ്ട, വയറസ്വസ്ഥമാകുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഇന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും പിക്കായിട്ട് നമുക്ക് പറയാനുള്ളത് 69 വയസ്സിൽ 69ാമത്തെ ദിവസം ഈശോ തൊട്ട ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് അദ്ദേഹം കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ. ഒന്നുറങ്ങിയാൽ രാത്രി നേരം വെളുക്കില്ല എന്നാണ് നമ്മുടെ പഴഞ്ചൊല്ല്. പക്ഷേ അദ്ദേഹം പറയുന്നു, ഞാൻ ഒന്നുറങ്ങിയപ്പോൾ എൻ്റെ നേരം വെളുത്തു. അത്രമാത്രം ഉറക്കമില്ലാത്ത രാത്രികളിൽ അദ്ദേഹം നേരമൊന്ന് വെളുത്തിരുന്നെങ്കിലെന്ന് ആശിക്കാത്തവരാരുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അദ്ദേഹം തലോടിക്കൊണ്ട് അദ്ദേഹത്തിന് ഉറക്കം ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ തലോടലിലൂടെ ഈശോ വലിയ ഒരു സൗഖ്യമാണ് അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തിൻ്റെ മുട്ടുതേയ്മാനത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, ആർക്കും സൗഖ്യപ്പെടുത്താനാവാത്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തൊണ്ടവേദന, പിന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന മൗത്ത് അൾസർ, IBS എന്ന അലർജറ്റിക് അസുഖം, ഇങ്ങനെ എപ്പോഴും ഫിംഗറിനുണ്ടായ ഒരു തുള, ഇതെല്ലാം ഒരു ഡോക്ടറോട് മരുന്ന് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ തക്കവിധം അദ്ദേഹം ഒരു വിദഗ്ധനായി തീർന്നു. കാരണം അത്രമാത്രം മരുന്നുകൾ അദ്ദേഹം ഉപയോഗിച്ചു കഴിഞ്ഞു. ഇവിടെയെല്ലാം അദ്ദേഹം ഇന്ന് അവസാനമായി ഏറ്റുപറയുന്നത് നമുക്കറിയാവുന്ന ഒരു വലിയ കഥാപാത്രമാണ് ബൈബിളിലെ തോബിത്ത് വാർദ്ധക്യത്തിലേക്ക് കടന്നപ്പോൾ എപ്പോഴും നല്ല ഒരു ജീവിതത്തിന് വേണ്ടി എനിക്ക് ഇത്ര കാലം കിട്ടിയതും നല്ല ജീവിതമാണ്, ഇനിയുള്ള ജീവിതത്തിലും ഞാൻ എപ്പോഴും ഉറ്റുനോക്കുന്നത് ഈശോ എന്ന ആ വലിയ നിത്യതയിലേക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞു നൽകുന്നത്. ഇവിടേക്ക് കൃപാസനത്തിലേക്ക് വരാൻ സാധിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഉടമ്പടി ജീവിതം എത്രമാത്രം ഞാൻ ഉടമ്പടിയെടുത്ത നാൾ മുതൽ ശക്തമായിരുന്നു, അത്രമാത്രം ശക്തമായിരിക്കും. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത എല്ലാ സൗഖ്യത്തിനും എല്ലാ സാമീപ്യത്തിനും അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. സാധ്യതകളൊന്നും ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായ ആ പൈസ തിരിച്ചു കൊടുക്കുവാനും, അതൊരു ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര നല്ലതല്ല, അത് അടച്ചു പോകാൻ സാധ്യതയുള്ളതാണെന്നുള്ള ഇൻറ്റ്യൂഷൻ, ഒരു വെളിപ്പെടൽ അദ്ദേഹത്തിന് ലഭിക്കുകയും ആ പ്രായത്തിൽ കവിഞ്ഞ വിജ്ഞാനം ദൈവം അദ്ദേഹം നൽകിയെന്നാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച എല്ലാ സൗഖ്യത്തിനും സാധ്യതകൾക്കും സമയച്ചുരുക്കത്തിന് പരിശുദ്ധ അമ്മ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ടോയ്ലറ്റിൻ്റെ ഫൗൾ സ്മെല്ലിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സുഗന്ധാഭിഷേകത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഈശോ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ സങ്കടങ്ങളിലും അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കുന്നു, കൂടെ ഇരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, തലോടുന്നു. ഈശോയുടെ ആ വലിയ സൗഖ്യം അദ്ദേഹത്തിന് എപ്പോഴും അനുഭവിക്കാനുള്ള കൃപ ലഭിച്ചു എന്നാണ് അദ്ദേഹം ഏറ്റുപറയുന്നത്. ഈ സഹോദരന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും വെന്റിലേറ്ററിലും ICUവിലും കുടുംബത്തിലും വീടുകളിലും കഴിയുന്ന എല്ലാ രോഗികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കെല്ലാം പ്രാർത്ഥിച്ച് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സ്കറിയയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.